നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കാസർഗോഡ് പോലീസുകാരനെ കാണാതായതായി പരാതി. രാജപുരം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സാം സനലിനെയാണ് കാണാതായത്. അദ്ദേഹത്തിന് 27 വയസ്സാണ്. ഇദ്ദേഹം ബേളൂർ അട്ടേങ്ങാനം സ്വദേശിയാണ്. തിങ്കളാഴ്ച മുതലാണ് കാണാതായതെന്നാണ് വിവരം. സംഭവത്തിൽ അമ്പലത്തറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം മൈസൂർ ഭാഗത്തു നിന്നാണ് അവസാന സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. കേസിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു. കാലവർഷം സജീവമാക്കി കൂടുതൽ ചക്രവാത ചുഴികൾ രൂപപ്പെട്ടു. തെക്കൻ കർണാടകയ്ക്ക് മുകളിലും തെക്കൻ തമിഴ്നാടിനും പുതുച്ചേരിക്ക് മുകളിലും പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലുമാണ് ചക്രവാത ചുഴികളുള്ളത്. ഇവയുടെ സ്വാധീനത്തിൽ ഞായറാഴ്ച വരെ പരക്കെ മഴ ലഭിക്കും. സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കും. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകി. മലയോര മേഖലകളിലെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യത പ്രവചിച്ചു. കോട്ടയം താലൂക്കിലും പത്തനംതിട്ടയിലും തിരുവല്ല താലൂക്കിലും ആലപ്പുഴ, കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും അവധിയാണ്. ഇതിനൊപ്പം വയനാട്, കോഴിക്കോട്, ഇടുക്കി, കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഔദ്യോഗിക വാഹനം ജപ്തി ചെയ്തതോടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് തഹസീൽദാർ തെരഞ്ഞെടുത്തത് ടിപ്പർ ലോറി. തിരുവല്ല തഹസീൽദാർ ജോബിൻ കെ ജോർജാണ് 5 ദിവസം ഔദ്യോഗിക വാഹനമായി ടിപ്പർ ഉപയോഗിച്ചത്. ചെങ്ങന്നൂർ ചിങ്ങവനം റെയിൽവേ പാത ഇരട്ടിപ്പിക്കലിന് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ തഹസീൽദാരുടെ ഔദ്യോഗിക വാഹനമായ ജീപ്പും ഓഫീസും 2 ആഴ്ച മുമ്പ് ജപ്തി ചെയ്തിരുന്നു. പാത ഇരട്ടിപ്പിക്കലിന് ഏറ്റെടുത്ത ഭൂമിക്ക് ലഭിച്ച നഷ്ടപരിഹാരം കുറവാണെന്ന പരാതിയിൽ തിരുവല്ല സബ് കോടതിയാണ് ജപ്തിക്ക് ഉത്തരവിട്ടത്. തിരുവല്ലയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയ സാഹചര്യത്തിൽ ഇന്നലെയോടെ ടിപ്പറിന്റെ ഓട്ടം അവസാനിപ്പിച്ചു. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ തിരിച്ചെടുത്ത് അധികമായി ഈടാക്കിയ 20 രൂപ തിരിച്ചു നൽകുന്ന പദ്ധതിക്ക് പൂട്ടിട്ട് ബിവറേജ് കോർപ്പറേഷൻ. വ്യാഴാഴ്ച മുതൽ പദ്ധതി പിൻവലിക്കാൻ തീരുമാനിച്ചതായി ബെവ്കോ അറിയിച്ചു. പദ്ധതിക്ക് കീഴിൽ ഇതിനകം വിറ്റഴിച്ച പ്ലാസ്റ്റിക് കുപ്പികൾ 20 വരെ ഉപഭോക്താക്കൾക്ക് തിരിച്ചേൽപ്പിക്കാം. അതിനുശേഷം ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ സ്വീകരിക്കുകയോ റീഫണ്ട് തുക നൽകുകയോ ചെയ്യില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നോട്ടീസ് പ്രദർശിപ്പിക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആദരമർപ്പിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് സ്ഥിരം ചിത്രമുദ്രയും പ്രത്യേക തപാൽ കവറും പുറത്തിറക്കുകയാണ്. ഓഗസ്റ്റ് 10-ന് തിരുവനന്തപുരം ഫോർട്ട് പോസ്റ്റ് ഓഫീസിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ചിത്രമുദ്രയുടെയും ഔദ്യോഗിക പ്രകാശനം നിർവഹിക്കും. ഇതോടെ തപാൽ വകുപ്പിന്റെ സ്ഥിരം ചിത്രമുദ്ര ലഭിക്കുന്ന കേരളത്തിലെ 4ാമത്തെ ക്ഷേത്രം എന്ന നേട്ടമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ലഭിക്കുന്നത്. ഇതിനു മുമ്പ് ശബരിമല, ഗുരുവായൂർ, കാസർകോട്ടെ മധൂർ സിദ്ധിവിനായക ക്ഷേത്രം എന്നിവയ്ക്കാണ് ഈ ബഹുമതി ലഭിച്ചിട്ടുള്ളത്. ചരിത്ര സാംസ്കാരിക പ്രാധാന്യമുള്ള കേന്ദ്രങ്ങൾക്കായി സംസ്ഥാനത്ത് അനുവദിക്കുന്ന 43ാമത്തെ സ്ഥിരം ചിത്രമുദ്ര കൂടിയാണിത്. സംസ്ഥാനത്തെ നദികളിൽ നിന്ന് വാരാനുള്ളത് 27 ലക്ഷം ടൺ മൺ. പ്രളയവും വെള്ളപ്പൊക്കവും ഉണ്ടായ 18 നദികളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടത്തിയ സാൻഡ് ഓഡിറ്റിംഗിലാണ് കണ്ടെത്തൽ. 2018-ലെ പ്രളയത്തിന് ശേഷം നടത്തിയ ഓഡിറ്റിംഗിൽ നദികളിൽ നിന്ന് ശരാശരി 2 മീറ്റർ ആഴത്തിൽ മണ്ണ് നീക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. 2020-ൽ ഓഡിറ്റ് പൂർത്തിയായെങ്കിലും 24-ൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പദ്ധതി പാളി. പരിസ്ഥിതി അനുമതിയും ലഭിച്ചില്ല. പുഴകൾ വറ്റുന്ന മാർച്ച് മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ മണൽ വാരാനായിരുന്നു ശുപാർശ. കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടാൻ സർക്കാർ നടപടി. പ്ലാന്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയതായി അധികൃതർ അറിയിച്ചു. പ്രദേശവാസികളുടെ പ്രതിഷേധവും സമരവും സമീപകാല വെള്ളപ്പൊക്കത്തെ തുടർന്നുണ്ടായ ഗുരുതര സാഹചര്യവുമാണ് നടപടിക്ക് വഴിവെച്ചത്. വെള്ളപ്പൊക്കത്തിനിടെ പ്ലാന്റിനുള്ളിൽ വെള്ളം കയറുകയും അവിടെ സൂക്ഷിച്ചിരുന്ന കോഴിമാലിന്യം സമീപത്തെ പുഴയിലേക്ക് ഒഴുകിപ്പോവുകയും ചെയ്തതോടെ പരിസ്ഥിതി ആശങ്ക ശക്തമായിരുന്നു. പ്രദേശവാസികൾ ഏറെ നാളായി പ്രതിഷേധത്തിലായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ പ്ലാന്റിന് സമീപം സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. പ്രതിഷേധത്തിനിടെ പ്ലാന്റിനും ഫ്രഷ് കട്ടിന്റെ മാലിന്യ ശേഖരണ വാഹനങ്ങൾക്കും തീയിടുകയും കല്ലേറുണ്ടാവുകയും ചെയ്തിരുന്നു. സർക്കാരിന്റെ പുതിയ നടപടിയോടെ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കുന്ന നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. തൃശൂർ ചെറുതുരുത്തിയിലെ ലോഡ്ജിൽ നൃത്താധ്യാപികയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുഹൃത്തായ വിജീഷ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. കൊല്ലപ്പെട്ടത് മലപ്പുറം വേങ്ങര സ്വദേശിനിയും നൃത്താധ്യാപികയുമായ ധനലക്ഷ്മിയാണ്. 56 വയസ്സായിരുന്നു. ചെറുതുരുത്തിയിലെ അന്ന റെസിഡൻസിയിൽ ഇരുവരും മുറിയെടുത്ത് താമസിച്ചു വരികയായിരുന്നു. വിവാഹത്തിന് നിർബന്ധിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിക്കുന്ന വിവരം.
ധനലക്ഷ്മിയും വിജീഷും തമ്മിൽ വർഷങ്ങളായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് അറിയിച്ചു. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. മാനന്തവാടിയിൽ വയോധികയായ മാതാവിനെ മദ്യലഹരിയിൽ ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തുഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തോണിച്ചാൽ പിലാക്കണ്ടിക്കുന്നിൽ ദിനേശനാണ് അറസ്റ്റിലായത്. ഇത്ര പ്രായമായിട്ടും മരിക്കാത്തതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ കഴുത്തിൽ അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചതായും വിഷം തന്നാൽ കുടിക്കുമോ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. മകന്റെ ആക്രമണത്തിന് പിന്നാലെ മണ്ണെണ്ണ കുടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സരോജിനിയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വയോധിക നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മാനന്തവാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മിൽമയുടെ സ്വാതന്ത്ര്യദിന സമ്മാനം എന്ന പേരിൽ വാട്സാപ്പിൽ പ്രചരിക്കുന്ന സന്ദേശം ലിങ്ക് വ്യാജമാണെന്ന് അധികൃതർ അറിയിച്ചു. ഇത്തരം വ്യാജ സന്ദേശങ്ങളാൽ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇത്തരം വ്യാജ ലിങ്ക് സന്ദേശത്തിനെതിരെ മിൽമ തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 46 വർഷത്തെ പാരമ്പര്യമുള്ള മിൽമയുടെ പ്രശസ്തിക്കും വിശ്വാസ്യതയ്ക്കും കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന സന്ദേശം ലിങ്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മിൽമ അറിയിച്ചു. പ്രിയദർശിനി വന്ന് തളർന്നുപോയ സ്വകാര്യ ബസ്സുകളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് കൺസെഷൻ പാസ് ഡിജിറ്റലാക്കിയതോടെ കൂടുതൽ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത് ബസ് ഉടമകൾക്ക് തിരിച്ചടിയാകുന്നു. സംസ്ഥാനത്തൊട്ടാകെയായി ഒരുക്കുന്ന ഡിജിറ്റൽ സംവിധാനം നിലവിൽ കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് നടപ്പാക്കിയിട്ടുള്ളത്. സ്വകാര്യ ബസ്സുകളിലെ വിദ്യാർത്ഥികളുടെ കൺസെഷനിൽ നിയന്ത്രണം വരുത്തുന്നതിനു കൂടിയാണ് മോട്ടോർ വകുപ്പ് MVD ലീഡ്സ് ആപ്പിലൂടെ പുതിയ ഡിജിറ്റൽ കാർഡ് സംവിധാനം നടപ്പിലാക്കിയത്. എന്നാൽ പുതിയ സംവിധാനത്തോടെ കൺസെഷൻ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. വിദ്യാർത്ഥികൾക്ക് ആപ്പ് വഴി സ്വയം കൺസെഷൻ അപേക്ഷിക്കാവുന്ന സംവിധാനം. എന്നാൽ ഇത്തരത്തിൽ ലഭ്യമാകുന്ന ഡിജിറ്റൽ കൺസെഷൻ കാർഡിൽ ദൂരപരിധിയോ വിദ്യാർത്ഥിയുടെ പഠന കാലയളവോ സ്റ്റോപ്പ് വിവരങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല. വിദ്യാർത്ഥിയുടെ പേര്, രജിസ്റ്റർ നമ്പർ, കോഴ്സിന്റെ പേര്, കോളേജ് എന്നിവ മാത്രമാണ് ഇതിലുള്ളത്. ഇതിനാൽ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. രാവിലെയും വൈകിട്ടുമുള്ള തിരക്കുള്ള സമയങ്ങളിൽ കണ്ടക്ടർമാർക്ക് ഡിജിറ്റൽ കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്ത് പാസ് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നോക്കുന്നത് പ്രായോഗികമല്ല. തൊഴിൽ തട്ടിപ്പിനെ തുടർന്ന് പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ലൈബീരിയയിൽ മാസങ്ങളായി ദുരിത ജീവിതം നയിച്ചിരുന്ന കോട്ടയം സ്വദേശി ജയകുമാർ ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് തിരിച്ചുവരവിന് വഴിയൊരുങ്ങിയത്. ഇക്കഴിഞ്ഞ ജനുവരി മുതൽ ലൈബീരിയയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ജയകുമാർ. ജോലി വാഗ്ദാനം ചെയ്ത് വിദേശത്തേക്ക് കൊണ്ടുപോയ ശേഷം വിസയും പാസ്പോർട്ടും പിടിച്ചുവെച്ചതോടെ നാട്ടിലേക്ക് മടങ്ങാനാകാതെ ദുരിതത്തിലായി. ഭക്ഷണവും താമസ സൗകര്യവും ഇല്ലാതെ കഴിയേണ്ടി വന്ന ജയകുമാർ രോഗബാധിതനാവുകയും ചെയ്തിരുന്നു. എത്തനോൾ ചേർത്ത E20 പെട്രോളുമായി ബന്ധപ്പെടുത്തി ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിക്കെതിരെ വന്ന ഡീപ് ഫേക്ക് പോസ്റ്റുകൾ അടക്കം മുഴുവൻ പോസ്റ്റുകളും നീക്കം ചെയ്യാൻ ബോംബെ ഹൈക്കോടതി സമൂഹ മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു. ഗഡ്കരിക്കും കുടുംബത്തിനുമെതിരെ അഴിമതി ആരോപിക്കുന്ന പോസ്റ്റുകൾ നീക്കാൻ ജസ്റ്റിസ് ആരിഫ് ഡോക്ടറാണ് നിർദ്ദേശിച്ചത്. മെറ്റ, എക്സ്, ഗൂഗിൾ, യൂട്യൂബ് എന്നിവർക്കെതിരെ ഗഡ്കരി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് സാങ്കേതിക പിഴവിനെ തുടർന്ന് താൽക്കാലികമായി നീക്കം ചെയ്ത സംഭവത്തിന് പിന്നാലെ മെറ്റ CEO മാർക്ക് സക്കർബർഗ് കേന്ദ്ര സർക്കാരിനോട് ഖേദം പ്രകടിപ്പിച്ചതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. കുട്ടികളുടെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടുള്ള ഉള്ളടക്കം, ഡീപ് ഫേക്ക് വീഡിയോകൾ, പ്ലാറ്റ്ഫോമിന്റെ പ്രവർത്തനത്തിലെ പിഴവുകൾ, അൽഗോരിതമിക് ബയസ് തുടങ്ങിയ വിഷയങ്ങളിലും മെറ്റ ഖേദം പ്രകടിപ്പിച്ചു. ചില തരത്തിലുള്ള ഉള്ളടക്കങ്ങൾക്ക് പണം നൽകി പ്രചാരണം ലഭിച്ചിരുന്നുവെന്നും മെറ്റ സമ്മതിച്ചതായും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. വിദ്യാർത്ഥി പ്രതിഷേധം തുടരുന്നതിനിടെ ജാർഖണ്ഡ് നിയമസഭാ പരിസരത്ത് നിരോധനാജ്ഞ. വിദ്യാർത്ഥികൾ നിയമസഭാ ഉപരോധനം പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് നടപടി. നിയമസഭയുടെ 750 മീറ്റർ ചുറ്റളവിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ഇന്ന് രാവിലെ 8 മണി മുതൽ ഓഗസ്റ്റ് 12 രാത്രി 10 മണി വരെയാണ് നിയന്ത്രണം. ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷാ ക്രമക്കേടുകൾ ആരോപിച്ചാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം നീട്ടാൻ സാധ്യതയില്ല. ഡീലിമിറ്റേഷൻ ബില്ലിനായി പ്രത്യേക സമ്മേളനം വിളിക്കാനും സർക്കാർ പദ്ധതിയില്ല. എന്നിരുന്നാലും ഈ സമ്മേളനത്തിൽ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 പാസാക്കാൻ സർക്കാർ വൃത്തങ്ങൾ ശ്രമിക്കുമെന്ന് അറിയുന്നു. ഇന്ത്യയിലെ വ്യക്തികൾ, അസോസിയേഷനുകൾ, കമ്പനികൾ എന്നിവർ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതും ഉപയോഗിക്കുന്നതും നിയന്ത്രിക്കുന്ന 2010 വിദേശ സംഭാവന നിയന്ത്രണ നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് FCRA ഭേദഗതി ബിൽ ലക്ഷ്യമിടുന്നത്. 2026 മാർച്ച് 25-ന് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. സ്ത്രീധന പീഡനത്തിനോ വൈവാഹിക ക്രൂരതയ്ക്കോ ഇരയാവുന്ന പെൺമക്കളോട് പൊരുത്തപ്പെടാനും വിട്ടുവീഴ്ച ചെയ്യാനും ഉപദേശിക്കുന്നത് കുറ്റവാളികൾക്ക് ധൈര്യം പകരുമെന്ന് അലഹബാദ് ഹൈക്കോടതി. ഇത്തരം പരാതികൾ അവഗണിക്കരുതെന്നും ജസ്റ്റിസ് രാജേഷ് സിംഗ് ചൗഹാൻ, ജസ്റ്റിസ് അബ്ദേഷ് കുമാർ ചൌധരി എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു.
പൊരുത്തപ്പെടാനുള്ള ഉപദേശം ഒരുപക്ഷെ ഇരയുടെ മരണത്തിനു പോലും കാരണമാകാം. സ്ത്രീധന പീഡനത്തിന് ഇരയായി മരണമടഞ്ഞ ഒരു സ്ത്രീയുടെയും 15 മാസം പ്രായമുള്ള മകളുടെയും കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ഈ നിരീക്ഷണം. 88 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പിന് പിന്നാലെ മുഖ്യ സൂത്രധാരനെ ഇന്ത്യ തിരിച്ചെത്തിച്ചതിന് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI അയാളുടെ ഭാര്യയെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ UAE-യിൽ നിന്ന് തിരികെ കൊണ്ടുവന്നു. ഇന്ത്യൻ ഏജൻസികൾ തിരയുകയും ഇന്റർപോൾ റെഡ് നോട്ടീസിന് വിധേയമാവുകയും ചെയ്ത വിശാഖ റത്തോഡിനെ ഓഗസ്റ്റ് 3-ന് CBI വിദേശകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം എന്നിവയുടെ ഏകോപിത ശ്രമങ്ങളെ തുടർന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തി. അവർ പൂനെയിൽ എത്തി. മഹാരാഷ്ട്ര പോലീസിന്റെ ഒരു സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്തു. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള പുതിയ കപ്പൽപാത സംബന്ധിച്ച് ഒമാനുമായി ധാരണയിലെത്തിയതായി ഇറാൻ. നിർദ്ദിഷ്ട കരാർ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെ ഇറാന്റെ മേൽനോട്ടത്തിലാക്കും. കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് ഇറാൻ അറിയിച്ചു. കരാർ പ്രകാരം ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകൾ ഇറാൻ നിയന്ത്രിക്കുന്ന ജലപാതകളിലൂടെയാകും സഞ്ചരിക്കുക. കപ്പൽപാതയുടെ വലിയൊരു ഭാഗം ഇറാന്റെ ജലപാതയിലൂടെ കടന്നുപോകും. മറ്റു ചില ഭാഗങ്ങൾ ഒമാനി ജലപാതയിലൂടെയും കടന്നുപോകും. ഇറാനിലെ ലാറക് ദ്വീപിനടുത്തുള്ള വടക്കൻ റൂട്ടും ഒമാനിലെ തെക്കൻ റൂട്ടും ഉൾപ്പെടെ നിലവിലുള്ള താൽക്കാലിക ജലപാതകൾ അടച്ചിടും. കപ്പലുകളിലെ ചരക്ക് മൂല്യത്തിന്റെ 5 മുതൽ 7% വരെ ഗതാഗത ഫീസ് ഇറാൻ ഈടാക്കിയേക്കും. ബുധനാഴ്ച വൈകുന്നേരം ബംഗ്ലാദേശിലെ മഗുര ജില്ലയിൽ മുൻ ബംഗ്ലാദേശ് ക്യാപ്റ്റൻ ഷാക്കിബ് അൽ ഹസന്റെ വീടിന് നേരെ പെട്രോൾ ബോംബാക്രമണം നടന്നു. പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ വെച്ച് നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് സംഭവം. ടോക്കിയോ തങ്ങളുടെ പ്രതിരോധ ശേഷി വികസിപ്പിക്കുകയും പസഫിക്കിൽ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ജപ്പാൻ ഒരു യുദ്ധരാഷ്ട്രമായി മാറുകയാണെന്ന് ഉത്തര കൊറിയ ആരോപിക്കുകയും കൂടുതൽ സൈനിക നടപടികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ശ്രീലങ്കയിൽ ചൈനീസ് മാഫിയയുടെ കവാടമായി കൊളംബോ. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ചൈന, കംബോഡിയ, മ്യാൻമാർ, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നുള്ള 1000 വിദേശ പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൈനീസ് സിഗരറ്റുകൾ, മൊബൈൽ ഫോണുകൾ, മറ്റു വസ്തുക്കൾ എന്നിവയുടെ വൻതോതിലുള്ള കള്ളക്കടത്ത് പ്രവർത്തനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ആഘാതം മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങളെക്കുറിച്ച് ശ്രീലങ്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടിയന്തര അധികാരങ്ങൾ പ്രകാരം വിശാലമായ വ്യാപാര തീരുവ ചുമത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ അധികാരം ലംഘിച്ചുവെന്ന് US സുപ്രീം കോടതി വിധിച്ചതിനെ തുടർന്ന് ട്രംപ് ഭരണകൂടം ഏകദേശം $100 ബില്യൺ താരിഫ് തിരികെ നൽകി. $128 ബില്യൺ മൂല്യമുള്ള കൂടുതൽ റീഫണ്ട് ക്ലെയിമുകൾ ഇപ്പോഴും പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.